എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് ആരും റിക്വസ്റ്റ് ചെയ്ത ഒരു കമ്പനിയെ പറ്റിയിട്ടല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ എന്നൊരു കമ്പനിയെ കുറിച്ചാണ്. ഇതാരും റിക്വസ്റ്റ് ചെയ്തിട്ടില്ല, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ വാങ്ങാൻ പറ്റിയൊരു സമയമാണ്. ഈ ഒരു അവസരം ആർക്കും മിസ്സാവണ്ട എന്ന് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് ചെയ്യാൻ കാരണം. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അല്ല. ഞാൻ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതുപോലെ എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ റിസ്ക് നിങ്ങളുടെ കയ്യിൽ തന്നെ ആയിരിക്കും. ഓരോരുത്തരുടെ ഫൈനാൻഷ്യൽ ഗോള് എൻറ്റയർലി ഡിഫറൻ്റ് ആയിരിക്കും. അതുപോലെ കയ്യിലുള്ള ക്യാപിറ്റൽ അതും വ്യത്യസ്തമായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വെറും 3 സ്റ്റെപ്പിലാണ് നമ്മൾ ഒരു കമ്പനി വാങ്ങണോ വേണ്ടതെന്ന് നോക്കുന്നത്. ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ്. വെറും 3 സ്റ്റെപ്പിലൂടെ മാത്രം ഒരു കമ്പനി ഞാൻ നല്ലതാണോ ചീത്തതാണോ എന്ന് കണ്ടുപിടിക്കും. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ നോക്കുന്നത് കമ്പനി എന്ത് തരം കമ്പനിയാണ്, എന്താണ് അവരുടെ ബിസിനസ് എന്നാദ്യം ചെക്ക് ചെയ്യുന്നത് വേണ്ടിയിട്ട് സ്ക്രീനർ എന്ന വെബ്സൈറ്റ് ഉണ്ട്. സ്ക്രീനറിനകത്ത് അബൌട്ടിനകത്ത് ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, ഇവിടെ പാൻറ്റലൂൺസ് ഫാഷൻ ആൻഡ് റീറ്റെയിൽ ആൻഡ് മധുര ഫാഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ എന്ന് കൊടുത്തിട്ടുണ്ട്. പാൻറ്റലൂൺസ് എന്ന ബ്രാൻഡ് നിങ്ങൾക്ക് പലർക്കും അറിയില്ലായിരിക്കും. അങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ട്, അവർക്ക് ഒരു റീറ്റെയിൽ സ്റ്റോറുണ്ട്. മധുര എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമായിരിക്കും, ലൂയിസ് ഫിലിപ്പ്, അതുപോലെ പീറ്റർ ഇക്ലണ്ട്, ഈ ബ്രാൻഡുകളെല്ലാം ഈ ഒരു കമ്പനിയുടെ കീഴിലാണുള്ളത്. ഈ ആദിത്യ ബിർള ഫാഷൻ റീറ്റെയിൽ ലിമിറ്റഡിനെ ഷോർട്ട് ഫോമായിട്ട് ABFRL എന്നും പറയാറുണ്ട്. അതുപോലെ സെർച്ച് ചെയ്താലും നമുക്ക് കിട്ടുന്നതായിരിക്കും ഈ കമ്പനി. പിന്നെ ഇത് 48 ബില്യൺ US ഡോളേഴ്സിൻ്റെ ഇന്ത്യൻ മൾട്ടിനാഷണൽ കമ്പനിയാണ്. 1,20,000 എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അബൌട്ടിൻ്റെ താഴെ കീ പോയിൻറ്റ്സ് എന്നൊരു ഭാഗത്ത് റീഡ് മോർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ വായിച്ച് നോക്കാനുണ്ടാവും. ഇത് നമ്മൾ വായിച്ച് നോക്കിയാൽ ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. പിന്നെ ഇവിടെ ബേവാക്കൂഫ് എന്ന ബ്രാൻഡ് ഉണ്ടല്ലേ, ഈ ബ്രാൻഡിൽ ഇവർക്ക് ആപ്ലിക്കേഷൻ തന്നെ ഉണ്ട്. നമ്മുടെ പ്ലേ സ്റ്റോറിലെ ആപ്പ് സ്റ്റോറിലൊക്കെ സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇത് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ സൂക്ഷിച്ച് വായിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഈ കമ്പനി ഡീമേജ് ചെയ്യാൻ പോവുകയാണ്. അതായത് ഈ കമ്പനിയിൽ നിന്ന് വേറൊരു ഭാഗം സ്പ്ലിറ്റാക്കാൻ പോവുകയാണ്. ഈ ABFRL എന്ന് പറഞ്ഞ ഈ കമ്പനിയിൽ നിന്ന്, അതായത് ഈ ഒരു ഷെയർ നിങ്ങൾ ഷെയറായിട്ട് സങ്കല്പിച്ചാൽ മതി. ഈ ഒരു ഷെയറിൽ നിന്ന് മധുര ഫാഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ ബിസിനസ് അവർ അതിൽ നിന്ന് ഒഴിവാകാൻ പോവുകയാണ്. ഒഴിവായതിന് ശേഷം ABLBL എന്നൊരു പുതിയൊരു ഷെയറായിട്ട് അവർ ലിസ്റ്റ് ചെയ്യും സ്റ്റോക്ക് മാർക്കറ്റിൽ. നമ്മളിപ്പോൾ ഈ ഒരു ഷെയർ ഹോൾഡ് ചെയ്ത് ഇരിക്കുന്ന ആളുകൾ അതിൽ നിന്ന് കുറച്ച് പോയതിന് ശേഷം ABLBL എന്ന പേരിൽ പുതിയ ഷെയറുകൾ നമുക്ക് ഡിമാറ്റ് അക്കൗണ്ടിൽ കിട്ടുന്നതായിരിക്കും. 2 സെപ്പറേറ്റ് കമ്പനിയായി മാറും. അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, അതും കൂടി നമ്മൾ ആലോചിക്കണം ഇത് വാങ്ങുന്നതിന് മുമ്പ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് മനസ്സിലായത് ഇതെല്ലാം വായിച്ച് നോക്കിയത് കൊണ്ടാണ്. ഇനി ഒരുപാട് വായിച്ച് നോക്കി കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ. നെറ്റ് പ്രോഫിറ്റ് 2019 321 കോടി ഉണ്ടാക്കിയ ഈ കമ്പനി പിന്നെ അങ്ങോട്ട് ഫുള്ള് മൈനസാണ്. ഈ 2025 ഇവരിത് മൈനസാണ്. നെറ്റ് പ്രോഫിറ്റ് മൈനസ് പ്രോഫിറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഇവർ ഈ സ്പ്ലിറ്റിന് തീരുമാനിച്ചിട്ടുണ്ടാവുക. പിന്നെ ഇതിൽ വേറൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഡോക്യുമെൻറ്റ്സിൽ ഫൈനാൻഷ്യൽ ഇയർ 2025 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആനുവൽ റിപ്പോർട്ട് കിട്ടും. ലാറ്റസ്റ്റ് ആനുവൽ റിപ്പോർട്ട് നിങ്ങൾ വായിച്ച് നോക്കുക. ഏകദേശം മുഴുവൻ വായിച്ച് നോക്കാൻ പറ്റില്ല, പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മളെടുത്ത് വായിച്ച് നോക്കുക. ഏകദേശം 350 പേജുള്ള ഒരു ഫയലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇത്രയുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് ഇത്രയേ ഉള്ളൂ. ഇനി 2ാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുന്നത് ഇതേപോലെ വേറൊരു സൈറ്റാണ്. അതായത് സ്ക്രീനർ പോലെ ടിക്കർ ബൈ ഫിനോളജി. ഇത് നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു, ഞാൻ എപ്പോഴും കാണിക്കാറുണ്ട്. കമ്പനി മാർക്കറ്റ് ക്യാപ്പ് 10,000 കോടിയുടെ കമ്പനിയാണ്. 757 കോടി കടവും കാണിക്കുന്നുണ്ട് കമ്പനിക്ക്. അത് വലിയൊരു പ്രശ്നമല്ല, ഏകദേശം 700,000 കോടിയുടെ താഴെ ഉള്ളൂ. പിന്നെ പ്രൊമോട്ടർ ഹോൾഡിംഗ് 46%. പ്രൊമോട്ടർ ഹോൾഡിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് വരാം. സെയിൽസ് ഗ്രോത്ത് 7.81% ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ കുറച്ച് താഴെ പോയി കഴിഞ്ഞാൽ ബ്രാൻഡ് എന്നുള്ള ഈ ഭാഗത്ത് ഇവരുടെ എല്ലാ ബ്രാൻഡുകളും നമുക്ക് കാണാൻ പറ്റും. അലൻ സോലി ഇവരുടെതാണ്, ലൂയിസ് ഫിലിപ്പ്, പീറ്റർ ഇംഗ്ലണ്ട്, വാൻ ഹ്യൂസൻ, റീബോക്ക്, അങ്ങനെ ഒരുപാട് ഫെമിലിയറായ ബ്രാൻഡുകൾ ഇവർക്കുണ്ട്. പിന്നെ കുറച്ചുകൂടി താഴെ വന്നു കഴിഞ്ഞാൽ പിയർ കമ്പാരിസൺ കാണാൻ പറ്റും. ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന കമ്പനികളെ മുഴുവൻ നമുക്ക് ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ഇവിടെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും വേറെ ഇതിനേക്കാളും ബെറ്റർ കമ്പനികൾ വേറെ ഉണ്ടോ, അങ്ങനെ നമുക്കിവിടെ ഡിസൈഡ് ചെയ്യാൻ പറ്റും. എത്ര നല്ല കമ്പനിയാണെങ്കിലും അത് കൂട്ടിപ്പോകാൻ അധികം സമയമൊന്നും വേണ്ട. പക്ഷേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഈ കമ്പനി എനിക്ക് വളരെ ഇഷ്ടമാണ്.
പിന്നെ കുറച്ചുകൂടി താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രൊമോട്ടർ ഹോൾഡിംഗ് കാണാൻ പറ്റും. പ്രൊമോട്ടേഴ്സ് 51% ഇവിടെ 2024 ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു കുറച്ച് വന്നേക്കാണ്. ഇപ്പോൾ 46.57% മാത്രമേ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും FIIയും അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. പ്രൊമോട്ടേഴ്സ് ഇപ്പോഴും ഉണ്ട് 46%. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ പബ്ലിക്കിൻ്റെ കയ്യിൽ 23% ഉണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇത്രയൊക്കെ ഉള്ളൂ. രണ്ടാമത്തെ സ്റ്റെപ്പ് തീർന്നു. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? സ്ക്രീനർ വെബ്സൈറ്റ്. രണ്ടാമത്തത് ഫൈനോളജി ബൈ ടിക്കർ. പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് ട്രേഡിംഗ് വ്യൂ വെബ്സൈറ്റാണ്. ചാർട്ട് നോക്കിയിട്ടാണ് നമ്മൾ എവിടെ വാങ്ങണം, എവിടെ നിന്ന് വിൽക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് വേറൊരു വെബ്സൈറ്റ് ഉണ്ട്. ഇത് ഫൺ ഡേറ്റ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റാണ്. ഇതിൽ നമുക്ക് കാണാം ക്വാളിറ്റി എഫിഷ്യൻസി മാത്രമേ ഗ്രീനായി കിടക്കുന്നുള്ളൂ. ബാക്കി 4 ഗ്രാഫും റെഡ് കളറാണ്. നമ്മൾ കണ്ടല്ലോ ഫൈനാൻഷ്യൽസ് കാര്യങ്ങളെല്ലാം മൈനസായി കിടക്കുക. അതുകൊണ്ടാണ് ഇതിങ്ങനെ റെഡായി കിടക്കുന്നത്. ഇത് നോക്കി നമുക്ക് പെട്ടെന്ന് ഒരു കമ്പനിയെക്കുറിച്ച് മനസ്സിലാവാൻ സാധിക്കും. പിന്നെ അടുത്ത സ്റ്റെപ്പ്, ഇതിപ്പോൾ ഏകദേശം 4 സ്റ്റെപ്പായി. ഇതിപ്പോൾ ഒരു സ്റ്റെപ്പായി കൂട്ടുകയാണെങ്കിൽ 4ാമത്തെ സ്റ്റെപ്പാകും നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ ചാർട്ടാണ്. ഈ ചാർട്ടിൽ ഞാൻ ലൈൻ വരച്ചേക്കുന്നത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല. ഏകദേശം ഇവിടുന്ന് നമുക്ക് വാങ്ങാൻ പറ്റിയ സമയമാണ്. അതായത് ഇവിടെ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ലൈന് ടച്ച് ചെയ്യുമ്പോൾ നമുക്കത് സെല് ചെയ്യാം. സ്വിംഗ് ട്രേഡാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മുകളിൽ പോയി സെല് ചെയ്ത് അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ സെല് ചെയ്യുന്നത്. 41%, ഏകദേശം 45%-ഓളം പ്രോഫിറ്റ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഞാൻ ഓൾറെഡി ഈ ഷെയർ ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഈ താഴെ ലൈന് ടച്ച് ചെയ്ത സമയത്തായിരുന്നു ഞാൻ ബൈ ചെയ്തത്. ഇപ്പോൾ ഞാൻ പ്രോഫിറ്റിലാണ്. നിങ്ങളോട് ഞാനിത് ബൈ ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് എല്ലാം നിങ്ങൾ കണ്ടല്ലോ. ഞാനിത് വാങ്ങുന്നത് ഈ കമ്പനിയോടുള്ളൊരു ട്രസ്റ്റിൻ്റെ പുറത്താണ്. പിന്നെ ഈ ചാർട്ടിൻ്റെ ഈ ഒരു പ്രത്യേകത കൊണ്ടും ഞാൻ തീരുമാനിച്ചത്. ഞാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. ഞാനിവിടെ ഈ ഒരു ലൈനിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇവിടെ വരുന്ന സമയത്ത് സെല് ചെയ്യും. ഇത് ഓൾറെഡി ഞാൻ കറക്റ്റ് പറയുകയാണെങ്കിൽ ഈ ലൈനിൽ ടച്ച് ചെയ്ത സമയത്ത് വാങ്ങിയ സമയത്ത് ഇത് ഇത്രയും ഡൗണായി, -9% ഡൗണായി. ഈ സമയത്ത് ഞാൻ വാങ്ങി ഇത്രയും മൈനസ് ഞാൻ കണ്ട്, എങ്കിലും ഞാൻ സെല് ചെയ്തില്ല. ചെയ്യാതെ വെച്ചു. ഇപ്പോൾ ഞാൻ പ്രോഫിറ്റില്ല. ഇപ്പോൾ ഇത് മുകളിൽ ഇവിടെ വരെ എത്തി. എന്തായാലും ഫുൾ പൈസ നമ്മളൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യരുത് എങ്ങനെ പോയാലും. ഞാൻ 10 കമ്പനിയിൽ സ്പ്ലിറ്റ് ആക്കിയിട്ടാണ് എൻ്റെ ഫണ്ട് മുഴുവൻ ഷെയർ വാങ്ങിയിട്ടുള്ളത്. നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു കമ്പനി ആവില്ല ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ. കമ്പനിയിൽ പല മാറ്റങ്ങളും സംഭവിച്ചിരിക്കാം. അപ്പോൾ നമ്മളെപ്പോഴും ഇതിനെക്കുറിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം. ഒരു കമ്പനി നമ്മുടെ ട്രേഡിംഗ് വ്യൂവിൽ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് നമ്മളെ കമ്പനിയുടെ പ്രൈസ് മൂവ്മെൻറ്റ് നോക്കുക. എപ്പോഴും നമ്മളത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ സമയമൊന്നും ഇല്ലാത്തവരാണ് ഈ മ്യൂച്വൽ ഫണ്ട് അതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ETF വാങ്ങാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ഒരു കമ്പനിയെക്കുറിച്ചുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും കമ്പനിയെ പറ്റി ഞാൻ വീഡിയോ ചെയ്തു തരണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ കമ്പനിയുടെ പേര് താഴെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ, ഡിസ്ക്രിപ്ഷൻ എനിക്കല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമ്പനിയുടെ പേര് ടൈപ്പ് ചെയ്യുക. ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.